Hi friends, welcome to Jammy's Cook and Craft. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ ക്യാരറ്റ്, കുറച്ച് മല്ലിയില, വേപ്പില, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സവാള 5 വരെ എടുക്കാം. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 വലിയ കിഴങ്ങ് മുഴുവനോടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണിത്. ചെറിയ കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വരെ എടുക്കാം. അപ്പോൾ ഇത് തൊണ്ട് കളഞ്ഞ് വച്ചിരിക്കുന്നതാണിത്. പിന്നീട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഏകദേശം 1 കപ്പോളം ബീഫ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതായത് ബീഫ് നന്നായിട്ട് വേവിച്ച് പറ്റിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവാള നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾ ചിക്കൻ ഇതുപോലെ വേവിച്ചതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് നല്ല കയ്യിൽ വെച്ചിട്ടൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഏകദേശം 1 കപ്പോളം റൊട്ടിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് പൊടിച്ചായാലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ എല്ലാം ഏകദേശം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഒന്നല്ലെങ്കിൽ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തൊന്ന് മിക്സ് ചെയ്ത് അതിൽ മുക്കി പൊരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് വൈറ്റിലും കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുക്കി പൊരിക്കാവുന്നതാണ്. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കട്ട്ലേറ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.